കല്യാണം എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പൊതുവേ അത് സർഫസ് ലെവൽ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും. ഇന്ന ഹൈറ്റ് വേണം, ഇങ്ങനത്തെ ബോഡി ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഫഷൻ ആയിരിക്കണം. പക്ഷെ ഇതിലുപരിയായിട്ട് ആ ഒരാളുടെ ക്യാരക്ടർ, ഇനി അതിൻ്റെ കൂടെയായിട്ട് നമ്മൾ രണ്ടുപേരും വരുന്ന സമയത്ത് അവിടുത്തെ ഡൈനാമിക്സ് എങ്ങനെയാണ്, അതാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഈ ഒരാൾ നല്ലതാണ്, ഒരു പാർട്ട്ണർഷിപ്പിന് ഒരു ചാൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു മാരേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ യു ഓൾവേസ് സീ ദ ബ്രൈറ്റ് സൈഡ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളും കാണിക്കുള്ളൂ, അപ്പുറത്തെ വ്യക്തിയും കാണിക്കുള്ളൂ. സോ കുറച്ച് സമയം എടുത്ത് ആ വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് പുറത്തു വരാനും നമ്മളുടെ നെഗറ്റീവ് സൈഡ്സ് കാണിക്കുകയും അത് രണ്ടും നമുക്ക് വർക്ക് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം ഏത് റിലേഷൻഷിപ്പിനും കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ന് കാണുന്നു ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എൻഗേജ്മെൻറ്റ് കഴിയുന്നു, ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു കല്യാണം ആവുന്ന സമയത്ത് അപ്പുറത്ത് ആരെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്താണ്, വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ അറിയാതെയാണ് നമ്മൾ ഇത്രയും വലിയ മാരേജ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എടുത്തു ചാടുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ഇഫ് യു ഫൈൻഡ് സമൺ, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഗിവ് യുവർ സെൽഫ് ആൻഡ് ദ അതർ പേഴ്സൺ ടൈം. രണ്ടുപേർക്കും മനസ്സിലാക്കി ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ് മാരേജ്, അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.